ഇന്ത്യയിലെ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന സ്ഥലമെന്ന് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ ആദ്യം ലഭ്യമാകുന്നത് രാജസ്ഥാനിലെ ഒരു കോട്ടയുടെ പേരാണ്. നൂറ്റാണ്ടുകളായി ആളുകളെ പേടിപ്പിക്കുന്ന ഭാഗർ കോട്ട ആൾവാർ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അക്ബറിന്റെ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന മധോ സിംഗ് തന്റെ മകൻ മാൻസിംഗിന് വേണ്ടി പണികഴിപ്പിച്ച കോട്ടയാണിത്. സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും ഈ കോട്ടയിലേക്കുള്ള പ്രവേശനം വിലക്കിയിട്ടുണ്ട്. അവ എന്താണെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. ഭാംഗർ കോട്ടയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞു കേൾക്കപ്പെടുന്ന രണ്ട് കഥകളാണുള്ളത്. ഇതിൽ ആദ്യത്തെ ഐതിഹ്യം അനുസരിച്ച് കോട്ടയുടെ ചുറ്റളവ് വികസിപ്പിക്കുവാൻ രാജാവായ മധോ സിംഗിന് അടുത്ത ഗുഹയിൽ താമസിച്ചിരുന്ന സന്യാസിയായിരുന്ന ബാലുനാഥിന്റെ അനുവാദം ആവശ്യമായിരുന്നു. കോട്ടയുടെ നിഴലുകൾ ഒരിക്കലും തന്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്തുകയോ തന്റെ ഗുഹയുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്യില്ല എന്ന് ബാലുനാഥ് രാജാവിൽ നിന്നും വാഗ്ദാനം വാങ്ങി. എന്നാൽ ശൈത്യകാലത്ത് സൂര്യൻ തെക്കോട്ട് നീങ്ങിയപ്പോൾ കോട്ടയുടെ നിഴലുകൾ നീളുകയും ബാലുനാഥിന്റെ ഗുഹയിൽ സ്പർശിക്കുകയും ചെയ്തു. സന്യാസി ആഴത്തിലുള്ള ധ്യാനത്തിൽ നിന്നുണർന്നപ്പോൾ ഈ കാഴ്ച കാണുകയും മേലിൽ ഒരു മേൽക്കൂരയും പണിയാൻ കഴിയാതെ പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഐതിഹ്യം അനുസരിച്ച് കോട്ടയിൽ അതിസുന്ദരിയായിരുന്ന രത്നാവതി എന്ന രാജകുമാരി ഉണ്ടായിരുന്നു. അവർ നിരവധി ധനികരുടെയും ശക്തരായ കവിതാക്കളുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അത്തരത്തിൽ രാജകുമാരിയുടെ അഴകിൽ മയങ്ങിയ ഒരു കറുത്ത മാന്ത്രികനായിരുന്നു സിംഗിയ. രത്നാവതിയെ കണ്ട് ആകർഷ്ടനായി എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അയാളിൽ വേരുറച്ചു. ആയതിനാൽ ദുർമന്ത്രവാദത്തിലൂടെ രത്നാവതിയെ സ്വന്തമാക്കാൻ അയാൾ തുനിഞ്ഞു. രത്നാവതിക്ക് തലയിൽ തേക്കുവാനായി എണ്ണ വാങ്ങുവാൻ വന്ന ദാസിയെ തടഞ്ഞു നിർത്തി അവൾ വാങ്ങിയ എണ്ണയിൽ ദുർമന്ത്രവാദി കുറെ മന്ത്രക്രിയകൾ ചെയ്തു. അത് തലയിൽ തേച്ചാൽ രത്നാവതിക്ക് മന്ത്രവാദിയെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വരും. എന്നാൽ രത്നാവതി ബുദ്ധിമതിയായിരുന്നു. അവൾ ആ എണ്ണ തലയിൽ തേച്ചില്ല. പകരം ഒരു കല്ലിലേക്ക് ഒഴിച്ചു. കല്ല് കട്ടികൂടി ഒരു പാറയായി മാറി മന്ത്രവാദിയുടെ നേർക്ക് ഉരുണ്ടെത്തി. അതിന്റെ പ്രഹരമേറ്റ് മന്ത്രവാദി മരിച്ചു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് മന്ത്രവാദി ഭാംഗർ കോട്ടയെ ശപിച്ചു. നശിച്ചു പോകട്ടെ എന്നായിരുന്നു ശാപം. ഇതിന്റെ ഫലമായിട്ടാകണം തൊട്ടടുത്ത വർഷം തന്നെ അയൽരാജ്യമായ അജബ്ഘഡ് ഭാംഗറിനെ ആക്രമിച്ചു തോൽപ്പിച്ചു. രത്നാവതിയും കോട്ടയ്ക്കുള്ളിൽ മരണമടഞ്ഞു. ഭാംഗർ കോട്ടയെ കുറിച്ച് നിരവധി ആളുകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. രാത്രിയിൽ കോട്ടയ്ക്കുള്ളിൽ നിന്ന് കരച്ചിൽ, നിലവിളി, സ്ത്രീകളുടെ ചിരി എന്നിവ കേട്ടതായി നിരവധി പേർ പറയുന്നു. ചിലപ്പോൾ സംഗീതം, ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മന്ത്രോച്ചാരണങ്ങളോട് സാമ്യമുള്ള ശബ്ദങ്ങളും കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കോട്ട സന്ദർശിച്ച ചിലർ പറഞ്ഞു ആരോ പിന്നാലെ നടന്നു വരുന്നത് പോലെ അദൃശ്യ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന്. തോളിൽ സ്പർശിക്കുന്നുവെന്ന് തോന്നിയിട്ടും ആരെയും കാണാനാകാതെ പോയി. ചിലർ കോട്ടയ്ക്കുള്ളിൽ വെളുത്ത വസ്ത്രം ധരിച്ച അജ്ഞാത വ്യക്തികളെ കണ്ടുവെന്ന് പറയുന്നു. ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുമ്പോൾ ക്യാമറകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കാതെയോ പെട്ടെന്ന് ഓഫായോ സംഭവിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് കോട്ടയ്ക്കുള്ളിൽ രാത്രി ഉറങ്ങാൻ ശ്രമിച്ചവർ പുലർച്ചെ ജീവനോടെ ഉണ്ടായിട്ടില്ല എന്നാണ് കഥ. പലരും രാത്രി കഴിഞ്ഞാൽ കാണാതെയാവുകയോ അല്ലെങ്കിൽ ഭയങ്കരമായ അസുഖം ബാധിച്ചെന്നോ പറയപ്പെടുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നു സൂര്യാസ്തമയത്തിന് ശേഷം കോട്ടയ്ക്കുള്ളിൽ പ്രവേശനം അപകടകരമാണ്. അതിനാലാണ് സർക്കാർ തന്നെ കർശനമായി രാത്രി പ്രവേശനം വിലക്കിയത്. ഭാംഗർ കോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഭയമാണ്. ആരും അവിടേക്ക് പോകാൻ തന്നെ മുതിരാറില്ല. ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും ഭൂതപ്രേത പിശാചുക്കൾ തന്നെ ആയിരിക്കുമോ അത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. നന്ദി.